രാത്രി ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഞാനും ഫ്രണ്ടും കൂടെ വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എൻ്റെ അടുത്ത് ഒരുപാട് മലകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു അടുത്തുള്ള ഒരു മലയാണ് പാട്ടിമല. അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ആ മേളിലോട്ടൊക്കെ നന്നായിട്ട് കത്തുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ളവരടുത്ത് ചോദിച്ചപ്പോൾ ഇത് രാവിലെ തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത് കത്തല്. ശരിക്കും ഈ കാട്ടുതീ വേറൊരു മലയിൽ നിന്ന് പടർന്നു വന്നതാണ്. അത് 2 ദിവസം മുന്നേ അവിടെ നിന്ന് കത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഈ മലയിലോട്ട് എത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ അത്യാവശ്യം അത് അണയ്ക്കുന്നുണ്ട് തീയെല്ലാം. പക്ഷെ അവരാകെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഈ പൈപ്പൊക്കെ അങ്ങോട്ട് വലിച്ചെത്താനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ നാട്ടുകാരായിട്ടും കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കുറച്ച് നേരം ആ പൈപ്പൊന്ന് വലിച്ചു തരാൻ സഹായിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട്. ഈ മലയുടെ അരികിലൊക്കെ അത്യാവശ്യം വീടുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു ഏക്കർ കണക്കിൽ റബ്ബർ തോടികൾ, കൃഷികൾ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ അത്യാവശ്യം കത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തീയെല്ലാം ഇപ്പോൾ താഴോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റബ്ബർ തോടിയൊക്കെ ചില റബ്ബർ തോടികളൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കത്തുന്നതിൻ്റെ താഴെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ആദ്യം ഈ തീ അണയ്ക്കാൻ നിൽക്കുന്നത്. നല്ല ലൈന് പോലെ നല്ല ദൂരത്തോട്ട് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണത്. ശരിക്കും ഇങ്ങനെ വീഡിയോയിൽ കണ്ട അതിൻ്റെ തീവ്രത അറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയൊരു തീവ്രത നമുക്ക് മനസ്സിലാവുള്ളൂ. വലിയ വലിയ മരങ്ങളൊക്കെ പൊട്ടിയിട്ട് നല്ല പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഫയർഫോഴ്സ് പറഞ്ഞാൽ ഈ അരികിലൂടെയൊക്കെ കുറച്ച് തീ ഇടുന്നുണ്ട്. അങ്ങനെ അത് കത്തിയിട്ട് വീണ്ടും കെടുത്താ പറഞ്ഞിട്ട്, അല്ല പറഞ്ഞാൽ നമ്മൾ അവിടെ കെടുത്തി പറഞ്ഞാൽ വീണ്ടും കത്തിക്കൊണ്ടേ ഇരിക്കും പറഞ്ഞുകൊണ്ട് ആ വീടിനൊന്നും ബാധിക്കേണ്ട പറഞ്ഞിട്ട് അതിൻ്റെ അരികെ ഇപ്പം തന്നെ കത്തിച്ചിട്ട് ക്ലിയർ ആക്കി പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് കത്തണെല്ലാം തോട്ടപ്പയറാണ്. അതിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല നല്ല വലിയ വലിയ മരങ്ങളൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ഉച്ചയും കൂടെ പിടിച്ചാൽ കിട്ടില്ലല്ലേ? ഞങ്ങളൊരു 8-8:30 മണിക്ക് പോയതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്ന് കെടുത്തിയിട്ടൊക്കെ സംഭവം നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. ഒന്നാമത് പറഞ്ഞു വെച്ചാൽ ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടി ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരത്തോട്ട് ആ ഒരു ഓസൊക്കെ വലിച്ചെത്തണം പറഞ്ഞു വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫയർഫോഴ്സ് ആകെ കുറച്ച് പേരുള്ളൂ. അപ്പോൾ അവർക്ക് ഇവിടെ അങ്ങോട്ട് വലിച്ചെത്താൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പല രീതിയിലോട്ട് വളഞ്ഞ് അതിനൊക്കെ പോകണം. പിന്നെ ഇതിനൊക്കെ ചെറിയ ചെറിയ കാടും പൊന്തൊക്കെയാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാനും ഫ്രണ്ടും ഈ ഒരു പൈപ്പ് വലിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഓരോരോ ഏരിയയിലായിട്ട് ഓരോ ആൾക്കാരായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് വലിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും സപ്പോർട്ട് ചെയ്ത് വലിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സാധാ നമ്മൾ പൈപ്പ് ചെടി നനയ്ക്കണ മാതിരി അങ്ങനെയല്ല നനയ്ക്കുന്നത്. അത്യാവശ്യം നല്ല പവറിലാണ്. അത്യാവശ്യം ശക്തി തന്നെ വേണം ഇത് കെടുത്താൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾ ആ വെള്ളം അടിക്കുമ്പോൾ തന്നെ ആൾ പിറകോട്ട് പോകുന്നുണ്ട്. അത്രയും പ്രഷറാണ് ആ വെള്ളത്തിൽ. അങ്ങോട്ടാണ് ഇപ്പം തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടാണ് കത്തുന്നത്. ഈ ഒരു മണി സമയത്തൊക്കെ ചെറിയ തണുപ്പ് പോലും ഉണ്ട്. ഈ തണുപ്പത്ത് പോലും നല്ല സ്പീഡായിട്ട് തന്നെ കത്തുന്നത്. കാറ്റില്ലാതെ തന്നെയാണ് ഇത്ര കത്തുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാറ്റും കൂടെ ആയി പറഞ്ഞു വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. ഇത് മലയുടെ താഴ്ഭാഗത്താണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുകളിലൊക്കെ കത്തുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് അങ്ങനെ വീഡിയോയിൽ കാണാനേ പറ്റുന്നില്ല. ഫുള്ള് പുകയും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കത്തണേൻ്റെ താഴെയൊക്കെ പലരുടെ റബ്ബർ തൊടികളാണ്. അപ്പോൾ അതിൻ്റെ ഓണർമാരും കുറേ നാട്ടുകാരൊക്കെ ഈ കമ്പൊക്കെ വെച്ചിട്ട് കുറേ രീതിയിൽ തല്ലിയൊക്കെ കെടുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ കെട്ടണമെന്നില്ല. എന്നാലും ഒരുവിധമൊക്കെ അവർ കെടുത്തുന്നുണ്ട്. ഒരുപാട് ഏരിയ കത്തുന്നുണ്ട്. അപ്പോൾ ആകെ കുറച്ച് പേരുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കുറച്ച് പേരെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും കുറച്ച് 5-6 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കെടുത്തുന്നുണ്ട്. കാർ വാഷ് ചെയ്യണ മറ്റേ ഗണ്ണ് പോലത്തെ സാധനമാണ് അതിൻ്റെ കഴിച്ചിട്ടില്ലേ? സഹായിക്കാൻ ആൾക്കാരില്ലല്ലോ. എന്ത് മാത്രം ഒക്കെ പാടിക്കൊണ്ട് ഇങ്ങോട്ടൊക്കെ വന്നതാണ്.
ഈ ചില സൈഡൊന്നും ഒട്ടും കെടുത്താൻ പറ്റുന്നില്ല, ആരും അങ്ങോട്ട് അടുത്തായിട്ട് പോകാൻ തന്നെ എത്തുന്നില്ല. ഈ ഫയർഫോഴ്സിൻ്റെ പൈപ്പാണെങ്കിൽ അത്ര ലോങ് എത്തുന്നുമില്ല, വണ്ടി ഏറ്റവും താഴെയായതുകൊണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാനേ പറ്റുന്നില്ല. ഈ വലിയ വലിയ മരക്കുറ്റികളൊക്കെ മരങ്ങളും ഇതൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് കത്തിയിട്ട് അങ്ങനെ തീക്കട്ട പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ കേട്ടണമില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും കാറ്റ് പറഞ്ഞാൽ തടികൾ പോയിട്ട് വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കും വേറെ വേറെ ഏരിയയിൽ. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം പറഞ്ഞു വെച്ചാൽ നമുക്ക് അടുത്തോട്ട് പോകുമ്പോൾ നല്ല പുകയാണ്. ആ പുക കാരണമാണ് നമുക്ക് അടുത്തോട്ട് എത്താത്തത്. വലിയ തീ നമുക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നല്ല പുക കാരണം നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് എത്താനേ പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്ന രീതിക്കൊക്കെ ഇതുപോലെ ഈ തല്ലിക്കെടുത്തണൊക്കെ ഉണ്ട്. മാക്സിമം ചെയ്യുന്നത് അവരുടെ വീട്ടിലോട്ടും അവരുടെ തൊടികളിലോട്ടും എത്താത്ത രീതിയിൽ ഓരോ ഏരിയയിൽ ഇങ്ങനെ ഓരോ 2-3 ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ തല്ലിക്കെടുത്താണ് ഈ സൈഡിലോട്ട് വരുന്നൊക്കെ. പിന്നെ ഈ മലയുടെ മുകളിൽ പറഞ്ഞു വെച്ചാൽ പകലൊക്കെ നന്നായിട്ട് കത്തി കഴിഞ്ഞതാണ്, എന്നിട്ടാണ് താഴോട്ട് വന്നത്. പിന്നെ മലയുടെ സൈഡിലാണ് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഉണ്ട്. മലയുടെ മുകളിൽ കത്തണമെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഫുള്ള് കത്തിക്കെടുന്നെ വേണമെന്നാണ് പറഞ്ഞത്. ഫയർഫോഴ്സൊക്കെ രാവിലെ വന്നതാണ്. അപ്പോൾ ഏകദേശം രാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇനിയിപ്പോൾ അടുത്ത ഷിഫ്റ്റ് രാവിലെ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഒരുപാട് നേരമായിട്ട് അവർ ഇവിടെ കഷ്ടപ്പെടണം. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് ഈ ഒരു ഏരിയ ഇപ്പോൾ ഏകദേശം കെടുത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും വേറൊരു സൈഡ് നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയോട്ടൊന്നും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വീടുകളൊക്കെ അരികിലുള്ള വീടുകളുടെ മുകളിലൊക്കെ ഇതേമാതിരി പോയിട്ട് ഇതേപോലെ കെടുത്താനാണ് പ്ലാന്. അങ്ങനെയാണ് കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് മുകളിലോട്ടൊന്നും കയറാനും പറ്റില്ല, കെടുത്താനും പറ്റില്ല. അവിടെ ഏറ്റവും അറ്റത്തൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കത്തിക്കൊണ്ടേയിരിക്കുക. നല്ല പടക്കമൊക്കെ പൊട്ടുന്ന രീതിയിൽ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ മരങ്ങളൊക്കെ കത്തിയിട്ട് പൊട്ടണ സൗണ്ടാണ് കേൾക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാകും. ഞങ്ങളൊക്കെ വേറെ വേറെ ഏരിയയിലൊക്കെ പോയിട്ട് പല റബ്ബർ തോട്ടികളും ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തല്ലിക്കെടുത്താണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. ഈ ഒരു സ്റ്റേജിലേയും തല്ലിക്കെടുത്തില്ലാന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. മേളിൽ നിന്ന് ഇങ്ങനെ കത്തി വരികയാണ് ചെയ്യുന്നത്. ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ കെടണമില്ല. ഈ ഒട്ടുപാലും എന്തൊക്കെയാ പറഞ്ഞു വെച്ചാൽ അത് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, അങ്ങനെ കെടണമില്ല. നമ്മളിപ്പോൾ എത്ര കെടുത്തിയാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ കത്തിക്കൊണ്ടേ ഇരിക്കും. കാരണം നമ്മളിങ്ങനെ തല്ലിക്കെടുത്തുമ്പോൾ പ്രോപ്പറായിട്ട് അങ്ങനെ കെടണമെന്നില്ല. ഈ ഒരു റബ്ബർ തോടി ഞങ്ങളുടെ സൈഡിലോട്ട് നല്ല രീതിയിൽ കത്തി കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് മാക്സിമം കെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഏകദേശം 1 മണി 2 മണി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കെടുത്തുകയാണ്. ഒരുവിധമൊക്കെ കെടുത്തി നമ്മൾ. മലയുടെ മുകളിലൊക്കെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് 3-4 ദിവസം ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും. ഏകദേശം ഫുള്ള് കത്താതെ അതിന് അതെന്തായാലും കെടുന്നില്ല. കാരണം അങ്ങോട്ടൊന്നും എത്തിപ്പെടാനേ പറ്റില്ല. അത്യാവശ്യം വലിയൊരു മലയാണ്. അത് വേറെ വേറെ മലകൾ കണക്റ്റഡ് ആണേനും. ഒന്നാമത് ഈ സമയത്ത് നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ചെറിയൊരു തീപ്പരി വീണാൽ മതി അങ്ങനെ കത്തിപ്പിടിച്ച് പോകാൻ. അപ്പോൾ ഇത് പലർക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപാട് പേരുടെ സ്ഥലങ്ങൾ തൊടികളെല്ലാം കത്തിപ്പോയിട്ടുണ്ട്. പുതിയ വെച്ച റബ്ബറൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ഏകദേശം 2-3 മണി നേരം അവിടെ നിന്ന് ഒരുവിധമൊക്കെ കെടുത്തിയിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് പോയതൊക്കെ അങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ കെടുത്തി. അപ്പോൾ കണ്ടില്ല, പിറ്റേ ദിവസം ഞാൻ ആ ഒരു ഏരിയ വന്ന് നോക്കുമ്പോൾ ആ ഏരിയയിലുള്ള എല്ലാം കത്തിയിട്ടുണ്ടായിരുന്നു. താഴെയുള്ള ഭാഗങ്ങൾ ഫുള്ള് കത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഈ ഒരു പകൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഇനി 2-3 ദിവസം ഫുള്ളായിട്ട് കത്തലുണ്ടായിരിക്കും. അതിന് ശേഷമാണ് ഇത് കെടുള്ളൂ.